കഴിഞ്ഞ മാസം പേപ്പർ ചോർച്ചാ വിവാദത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവ പ്രതിഷേധക്കാർക്കെതിരായ അക്രമങ്ങൾക്ക് ഉത്തരവാദി ആഭ്യന്തരമന്ത്രി അമിത്ഷായാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. പാർലമെന്റിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യാൻ ആഭ്യന്തരമന്ത്രിക്ക് ധൈര്യമില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിൽ പോലീസ് ക്രൂരതയും വെടിവെപ്പും ഉണ്ടായെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ഇതിന്റെ ഭാഗമായി ഉയർന്നിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ സംബിത് പത്ര പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ജൂലൈ 20 പാർലമെന്റ് മാർച്ചിൽ പോലീസ് വെടിവെപ്പ് നടന്നിട്ടില്ലെന്ന് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെയാണ് ആവർത്തിക്കുന്നത്. അതോടൊപ്പം വാർത്താ സമ്മേളനത്തിനിടെ ഒരു യുവതി തനിക്ക് നേരിട്ട അക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഓൺലൈൻ പ്രചാരണങ്ങൾക്ക് വിരുദ്ധമായി താൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി നിങ്ങൾ ശർമ്മയായാലും ഖാനയായാലും ഇന്ത്യയുടെ മകളാണെന്ന് സംബിത് പത്ര വ്യക്തമാക്കി. സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്ന തത്വത്തിലാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം ഇതിനോടകം കൂട്ടിച്ചേർത്തു. മാത്രമല്ല, പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യമില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിനും BJP വക്താവ് കൃത്യമായ മറുപടി നൽകി. സഭയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് നേതാക്കളാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എല്ലാവർക്കും മുൻപേ എത്തുകയും അർദ്ധരാത്രി വരെ സഭയിൽ തുടരുകയും ചെയ്യാറുണ്ട്. എന്നാൽ സഭ പ്രവർത്തിക്കാൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ല. ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നില്ലെന്നത് അവരുടെ വെറും തെറ്റായ അവകാശമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളിൽ ചർച്ച നടക്കുമ്പോഴും അദ്ദേഹം തീർച്ചയായും സഭയിൽ ഉണ്ടാകുമെന്നാണ് സംബിത് പത്ര തിരിച്ചടിച്ചത്. രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ വളരെ സെലക്റ്റീവായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് BJP ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ജൂലൈ 25 മുതൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ റാഞ്ചിയിൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്നുണ്ട്. എന്നാൽ അവരെ കാണാനോ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനോ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. സ്വന്തം പാർട്ടി അധികാരത്തിലുള്ള സംസ്ഥാനമായതുകൊണ്ടാണ് രാഹുൽ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതെന്നും ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നതെന്നും BJP നിഗമനത്തിലെത്തി. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവിക്കുന്നതെല്ലാം ഒരു തരത്തിൽ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും വെറും പ്രഹസനവും ഇരട്ടത്താപ്പ് നയങ്ങളുമാണെന്നും ഇതിനു പിന്നിൽ വളരെ വ്യക്തമായ ഗൂഢ ലക്ഷ്യങ്ങളുമുണ്ടെന്ന് തന്നെ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു.